വിവാഹം കഴിഞ്ഞ 6 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവ് അവരോട് പറഞ്ഞു, ഇനി നമുക്ക് ജീവിച്ചിരിക്കേണ്ട, മരിക്കാം. സ്വാഭാവികമായിട്ടും ഈ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ അവർ ഓൾറെഡി കേട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ആ യുവതി ശരിയെന്ന് സമ്മതിക്കുകയും ഭർത്താവ് ഒരുക്കിയ ആ മരണക്കെണി അവർ സ്വന്തം കഴുത്തിലിടുകയും ചെയ്യുകയാണ്. അയാൾ ഒരു സാരിയുടെ 2 വശത്ത് 2 കുരുക്കുകൾ തയ്യാറാക്കുന്നു. ഒരു കുരുക്ക് അവർക്ക് കൊടുക്കുകയും ഒരു കുരുക്ക് സ്വന്തം കഴുത്തിലിടുകയും ചെയ്യുന്നു. എന്നാൽ ഭാര്യ തൂങ്ങി മരിക്കുന്നത് കണ്ട അയാൾ നിസ്സാരമായി അയാൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കുരുക്ക് തൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റുകയും മാറി നിൽക്കുകയും ചെയ്യുന്നു. അവസാനം അവർ നിലത്തേക്ക് വീഴുമ്പോൾ അപസ്മാരം വന്ന് വീണതാണെന്ന് നാട്ടുകാരോട് പറയുന്നു. സാരിയും കുരുക്കുകളും കണ്ട നാട്ടുകാരോട് പിന്നീട് അവൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് കള്ളവും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരുടെ മനസ്സിലെ ആ ഒരു നൊമ്പരത്തെ ഒരു ആയുധമാക്കിക്കൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇയാളുടെ മൊഴിയിലുണ്ടായ വ്യത്യാസങ്ങളാണ് പോലീസിന് സംശയം തോന്നുകയും വീണ്ടുമുള്ള ചോദ്യം ചെയ്യലിലാണ് ആത്മഹത്യ പ്രേരണ താൻ തന്നെ കൊടുത്തതാണെന്നുള്ള മൊഴിയും പുറത്തേക്ക് വന്നത്. അപ്പോൾ വളരെ ഒരു വിഷമമുള്ള ഒരു വാർത്തയായിരുന്നു. സ്വന്തം ഭർത്താവ് തന്നെ സ്വന്തം ഭാര്യയോട് ചെയ്യുന്ന ക്രൂരത. അയാൾ ഒരു പക്ഷേ സപ്പോർട്ടും സ്നേഹവും കൊടുത്തിരുന്നെങ്കിൽ ആ യുവതി ഇന്നും നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. പാലക്കാടാണ് ഈ സംഭവം. ദീപ എന്ന യുവതിയാണ് ഈ ദാരുണ കൃത്യത്തിന് ഇരയായത്.